ഒരു മന. അവിടേക്ക് കയറിപ്പോയാൽ നമുക്കിന്ന് വിശപ്പ് മാറ്റാനുള്ളതൊക്കെ കിട്ടും. അവിടെ ഒരു കാരണവരുണ്ട്. നമ്മൾ വാനോളം പുകഴ്ത്തും, നമുക്കിന്ന് അവിടെ കൂടാമെന്ന് പറയും, നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരും. ഒന്നിനും ഒരു കുറവ് വരില്ല. നമ്മൾ പോലും അറിയാതെ കുറച്ച് നാൾ ആളുടെ കൂടെ അങ്ങ് താമസിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ ചില വിനോദങ്ങളിൽ ഏർപ്പെടും. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ പോലും അറിയാതെ അവിടെ ഒരു അടിമയായി മാറുകയാണെന്ന കാര്യം നമുക്ക് പിടികിട്ടില്ല. രക്ഷപ്പെടാൻ നമ്മുടെ ശക്തി കൊണ്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും കാര്യമില്ല. കാരണം മന ആ കാരണവരുടെ ആണല്ലോ. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഇച്ഛാശക്തിയും ബുദ്ധിയും നമ്മൾ എപ്പോഴേ ആ കാരണവർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇനിയൊരു മടക്കമില്ല എന്നറിയുമ്പോൾ, നമ്മുടെ വിഷമങ്ങൾക്ക് അർത്ഥമില്ലാതാവുമ്പോൾ നമ്മൾ നിരാശരാകും. ഡെസ്പെയർ, ഹോപ്പ്ലെസ്നെസ്, ഫിയർ, പലതും കൊണ്ട് ഈ മീനിങ്ലെസ്നെസ്സിൽ നമ്മൾ അർത്ഥം കണ്ടെത്താൻ നോക്കും. പക്ഷെ കാര്യമില്ല. നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ് തോന്നും. പിന്നെ നമ്മുടെ മുൻപിൽ ഒന്നുമില്ല. വെറുപ്പ് നിറയും, ഹൃദയം കല്ലാകും. നമ്മൾ പോലും അറിയാതെ സഹോദരന് തുല്യം സ്നേഹിച്ചവൻ നമുക്കൊരു നരകമായി മാറും. ചുരുക്കി പറഞ്ഞ ആ കാരണവര് ക്ഷണിച്ച് സ്വന്തം ഇഷ്ടത്തിൽ കയറിപ്പോയ നമ്മൾ നാൾ തോറും നമ്മളല്ലാതായി മാറുകയാണ്. പുഴ കടന്ന് സ്വാതന്ത്ര്യത്തിൽ എൻ്റെ അമ്മയ്ക്കൊപ്പം എൻ്റെ സ്വന്തം വീട്ടിൽ കഴിയേണ്ട ഞാൻ ചതിക്കപ്പെട്ട് ഈ മനയ്ക്കകത്ത് നിരാശനായി വെറുപ്പ് നിറഞ്ഞ് ഇരുണ്ട് അടിമയായി മാറുകയാണ്. അവസാനം ഞാൻ മരിക്കും. ഭ്രമയോഗം എന്ന സിനിമ അവസാനിക്കുന്നത് ഇങ്ങനെയല്ല എന്ന് നമുക്കറിയാം. സിനിമയെക്കുറിച്ചല്ല എനിക്ക് പറയാനുള്ളത്. ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ ആ സിനിമ ഞാൻ കണ്ടപ്പോൾ ആ കാർണൂരിൽ മരണത്തിൽ വീഴ്ത്തുന്ന വഞ്ചനാത്മകമായ ദൈവവിരുദ്ധമായ ഒരു സ്വരമുള്ള, ഒരു കുറ്റബോധവുമില്ലാത്ത മൗലികമായ വിധത്തിൽ ദൈവത്തെയും അവിടുത്തെ ഭരണത്തെയും നിരാകരിച്ച പിശാചിനെ ഞാൻ കണ്ടു. ആ കാർണവരുടെ കയ്യിലുള്ള ആ മോതിരം സ്വാർത്ഥതയെയും വെറുപ്പിനെയും സൂചിപ്പിക്കും. പിന്നെ ആ മന, അത് എനിക്ക് തോന്നി യുക്തിക്കും സത്യത്തിനും ശരിയായ മനസാക്ഷിക്കും എതിരായ പാപം എന്ന തെറ്റിനെയാണ്. അതെങ്ങനെയാണ് മനുഷ്യപ്രകൃതിയെ വ്രണപ്പെടുത്തുന്നതെന്നും വളരെ കൃത്യമായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ കയറിപ്പോയവന്റെ നിസ്സഹായത മനുഷ്യന്റെ ബലഹീനതയും അവന് പുഴ കടന്ന് വീട്ടിലേക്ക് പോകാനുള്ള ധൃതി, അവന്റെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും ഒക്കെ സൂചിപ്പിക്കും. പക്ഷെ ഈ വീഡിയോ ഭ്രമയോഗം എന്ന സിനിമയിലുള്ളിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ആ സിനിമയുടെ എൻഡിങ് പോലെ ഒരു ട്രാജഡി അല്ല നമ്മുടെ ജീവിതം എന്ന് പറയാൻ കൂടിയാണ്. ഒരു ചെറിയ വലിയ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ അറിയിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്ക്. മനയ്ക്കകത്ത് നിന്ന് കാരണവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ മനയ്ക്ക് പുറത്തു നിന്ന് ആരെങ്കിലും വരണം. അങ്ങനെ വേറെ ആരെങ്കിലും വന്നാൽ പോരാ. പുഴ എവിടെയാണെന്നും എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഏതാണെന്നും അറിയുന്ന ഒരാളാകണം. പക്ഷേ അയാൾ എന്നെ പോലെ തന്നെ ഒരു ബലഹീനനായ കാര്യമില്ല. കാരണവരെ പരാജയപ്പെടുത്താൻ ശക്തിയുള്ളവനായിരിക്കണം. പിന്നെ കാരണവര് പോലും അറിയാതെ ഈ മനയ്ക്കകത്ത് കയറിക്കൂടാനും അയാൾക്ക് പറ്റണം. ഇനി ഇതെല്ലാം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അയാൾക്ക് ഇങ്ങോട്ട് വരാനുള്ള മനസ്സ് വേണം. അങ്ങനെ മനസ്സ് വേണമെങ്കിൽ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നവനായിരിക്കണം അയാൾ. അതായത് മനയാകുന്ന കുഴിയിൽ വീണ സുഭാഷിനെ സ്വന്തം ജീവൻ പോയാലും രക്ഷിക്കണമെന്ന ലക്ഷ്യത്തോടെ കുഴിയിലേക്ക് ഇറങ്ങുന്ന കുട്ടേട്ടനെ പോലെ ഒരാൾ. അങ്ങനെ ഒരു കുട്ടേട്ടനെ എനിക്കറിയാം. യേശു ക്രിസ്തു എന്നാണ് പേര്. അയ്യോ പോലെ മുഴം കേട്ടിട്ട് പോ. എൻ്റെ വീട്ടിൽ നിന്ന്, അതായത് സ്വർഗത്തിൽ നിന്ന് സ്വന്തം ഇഷ്ടത്തോടെ ഇറങ്ങി പുഴയും താണ്ടി വഞ്ചകൻ ഭരിച്ചിരുന്ന ലോകത്തിൽ എന്നെ പോലെ തന്നെ ബലഹീനനായി മനുഷ്യനായി കാണപ്പെട്ട് ജീവിച്ച് സഹിച്ച് മരിച്ചു. പക്ഷെ കാരണവരുടെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ച് ആ അന്ധകാരത്തിൽ പ്രകാശമായി അവൻ ഉയർത്തെഴുന്നേറ്റ് എന്നെ രക്ഷപ്പെടുത്തി. ശരിക്കും പറഞ്ഞാൽ കാരണവർ പരാജയപ്പെട്ടു. പക്ഷെ എനിക്കെൻ്റെ വീട്ടിലെത്തണമെങ്കിൽ അവനെ അനുഗമിക്കണം. അവൻ പറയുന്നത് കേട്ടാൽ മാത്രം പോരാ, ജീവിക്കണം. ചിലപ്പോൾ ആ കാരണവർ വീണ്ടും വരും, എന്നെ വഞ്ചിക്കും, ഞാൻ ചിലപ്പോൾ വീണെന്നും ഇരിക്കും. പക്ഷെ അവൻ്റെ കയ്യിൽ പിടിച്ചാൽ എനിക്ക് രക്ഷയുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങ് വീട്ടിൽ നിന്ന് ഒരു മന്ത്രം പറഞ്ഞ കാരണവരൊക്കെ എന്നേ പടമാകേണ്ടതാണ്. പക്ഷേ അവൻ പുഴയും താണ്ടി ഇവിടം വരെ വന്നത്, ഇത്രയൊക്കെ ചെയ്തത്, ഞാൻ മനയിലേക്ക് കയറിപ്പോയത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കാനും എന്നെ അവൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തരാൻ കൂടിയാണ്. അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു ആശ്വാസമാണ്. കാർണൂർ ആദ്യം മുതലേ കള്ളനാണ്, നുണയനാണ്, കൊലപാതകയാണ്. പക്ഷെ എന്നെ രക്ഷിക്കാൻ വന്ന ക്രിസ്തു വഴിയാണ്, സത്യമാണ്, ജീവനാണ്. കാർണവരുടെ കൂടെ നിന്നാൽ നമ്മളൊക്കെ മരിക്കും. ക്രിസ്തുവിൻ്റെ കൂടെ നിന്നാൽ നമുക്ക് നിത്യജീവൻ കിട്ടും. അവനിൽ നമ്മളെ സ്വതന്ത്രമാക്കുന്ന സത്യമുണ്ട്. എൻ്റെ ജീവിതത്തിനും സഹനത്തിനും, എന്തിന് മരണത്തിന് വരെ ഇനി അർത്ഥമുണ്ട്. കാരണവരുടെ കയ്യിൽ ഒരു വെപ്പണേ ഉണ്ടായിരുന്നുള്ളൂ, ഭയം. പക്ഷെ ക്രിസ്തുവിൽ എനിക്ക് ഭയമില്ല. കാരണം പ്രത്യാശയുള്ളവൻ എന്തിനാണ് ഭയക്കേണ്ടത്? വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത് നിൽക്കുന്നവൻ എൻ്റെ ശത്രുവല്ല, സഹോദരനാണ്. എന്തു മനോഹരമായ ജീവിതമാണല്ലേ. അങ്ങനെ ഒരു ജീവിതം നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഈ ലോകം തന്നെ സ്വർഗമാക്കി മാറ്റാൻ പറ്റും.
സംഭവം പ്രമേയകവും മഞ്ഞുമേൽ ബോയ്സൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചെറിയ ആശയമാണ്. ഇനിയും കുറേ ഉണ്ട്. ആൻഡ് ദീസ് മൂവീസ് ഹാവ് മെനി അതർ എലിമെന്റ്സ് ദാറ്റ് ഐ ഹാവ് നോട്ട് എക്സ്പ്ലോർഡ് ചെയ്തിട്ട്. പക്ഷേ അതവിടെ നിൽക്കട്ടെ. ഒരു ചോദ്യമുണ്ട്, ഇന്ന് ശരിക്കും നമ്മൾ ആരുടെ കൂടെ? കാർണോരുടെ കൂടെയാണോ അതോ കുട്ടേട്ടൻ്റെ കൂടെ? കണ്ടിട്ട് കുട്ടേട്ടൻ്റെ കൂടെയാണെന്ന് തോന്നുന്നില്ല. കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആകുന്ന കാലം. യുദ്ധങ്ങൾ ഉണ്ടാകും. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മുടെ സ്വന്തം രാജ്യത്തടക്കം പല സ്ഥലത്തും വയലൻസുകളും. റേപ്പ് കുറ്റകരമാണെങ്കിലും അതിലേക്ക് നയിക്കുന്ന പോർണോഗ്രഫി നിയമപരമാണെന്ന് മാത്രമല്ല പ്രൊമോട്ടും ചെയ്യും. സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും പേരിൽ ആണിന്റെയും പെണ്ണിന്റെയും ബേസിക് ഡിഫറൻസസ് മനസ്സിലാക്കുന്നു. മനസ്സിനനുസരിച്ച് ശരീരത്തിൽ മാറ്റം വരുത്തും. വൈകൃതങ്ങൾ വ്യത്യസ്തതയാണെന്നും പറഞ്ഞ് നടക്കും. മാനസിക രോഗങ്ങൾക്ക് ചികിത്സ തേടാതെ അതിനെ നോർമലായി ചിത്രീകരിക്കും. ഡിപ്രഷനും സ്ട്രെസ്സും അടക്കം പല മാനസിക രോഗങ്ങൾ കൂടിക്കൂടി വരികയാണ്. സൊസൈറ്റിയുടെ ന്യൂക്ലിയസ് ആയ കുടുംബത്തെ തകർക്കാൻ വിവാഹത്തെ ഡീഗ്രേഡ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ കാർണൂര് നമ്മൾ പോലും അറിയാതെ നമ്മളെ അടിമകളാക്കുകയാണ്. ശരിയെ തെറ്റായും തെറ്റിനെ ശരിയായും കാണിക്കുന്നത് കാർണോരുടെ ഒരു പഴയ അടവാണ്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ കാർണോര് തരുന്നുണ്ടെന്ന് നമുക്ക് തോന്നും. എല്ലാം കഴിയുമ്പോൾ നമ്മൾ മനയ്ക്കകത്ത് അടിമകളല്ല എന്ന് നമ്മൾ ധരിപ്പിക്കും. അവസാനം ചതിക്കപ്പെട്ടു എന്ന് അറിയുന്നത് വൈകിയായിരിക്കും. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മൾ തമ്മിൽ തല്ലുമ്പോൾ ചാരുകസേരയിൽ നൈസായിട്ട് ചാഞ്ഞു കിടന്നുറങ്ങുകയായിരിക്കും കാർണൂർ. മനുഷ്യനെ കൂടുതൽ മനുഷ്യനാക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. ദൈവമില്ലാത്ത രീതിയിൽ ജീവിച്ചാൽ കാർണോരുടെ മനയിൽ ഒരു അടിമയായി മരിക്കാം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്തുവിൽ ദൈവസ്നേഹത്തിൽ ജീവിച്ച ജീവിതത്തിന് ഒരു അർത്ഥം ലഭിക്കും. സഹനം ഒരു അനുഗ്രഹമായി മാറും. മരണം ഒരു തുടക്കം മാത്രമാകും. അതുകൊണ്ട് ദൈവമില്ലാത്ത പോലെ, അല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞ തോറ്റവരെ പോലെ ജീവിക്കുന്നത് നിർത്തുക. ജയിച്ചവരെ പോലെ ജീവിക്കുക. സോ ഹാവ് എ ബ്ലെസ്ഡ് ലൈഫ്. താങ്ക് യു.